മരുഭൂമി ഉള്ളിടത്തോളം അതിൽ കാനൽ ജലത്തിൻ്റെ തോന്നൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇതാണ് സ്ഥിതി. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക. ജഗന്മിഥ്യ. ഈ വേദാന്തം ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞു കളയുന്നു. പിന്നെ എന്തോന്നെന്ന് പറയണം? കരുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജഗത്തിനെക്കുറിച്ച് വേറെ വല്ലതും പറയട്ടെ. മിഥ്യ മിഥ്യ മിഥ്യ, 1000 പ്രാവശ്യം മിഥ്യ. യാതൊരു പ്രയോജനമില്ല. പരമാർത്ഥം പറഞ്ഞാൽ ഇവിടെ ആളുകൾ മരിക്കുന്നതും അതിൻ്റെ മുമ്പിലിരുന്ന് ജനങ്ങൾ തലതല്ലി വിളിക്കുന്നതും 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം സഞ്ചയത്തിൻ്റെയോ കുളിയുടെയോ പേരിൽ അടപ്രഥമൻ കൂട്ടി സദ്യ കൊണ്ട് രസിക്കുന്നതും ഇതൊക്കെ മായയല്ലെങ്കിൽ പിന്നെ എന്താണ്? അതൊക്കെ നടക്കട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ നേരം പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് കൂടെ ചേർന്നുകൊള്ളുക, അല്ലാതെ ഓരോരുത്തരും ഓടണ്ട. പ്രൗഢാനുഭൂതി എന്നൊരു കൃതി ഇവിടെ ഉണ്ട്. ജീവൻ മുക്താനന്ദലഹരി എന്ന് അതിനകത്തൊരു കൃതിയുണ്ട്. ഒരു ജീവൻ മുക്തൻ എങ്ങനെ ജീവിക്കും എന്ന് ആ കൃതിയിൽ ആചാര്യസ്വാമികൾ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്നു. വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ആ പ്രൗഢാനുഭൂതി എന്ന കൃതിയിലാണ് ഈ ബ്രഹ്മജ്ഞാനാവലി മാല എന്ന് പറയുന്ന ഒരു 10-12 അനുഷ്ഠിപ്പ് ശ്ലോകം. അതിലാണ് ഈ പരമസത്യത്തിൻ്റെയൊക്കെ പ്രഖ്യാപനം, പെരുമ്പറഘോഷം എന്ന് ആചാര്യസ്വാമികൾ പറയുന്ന ഇത് വേദാന്ത ഡിണ്ടിമ. ആചാര്യസ്വാമികളുടെ പ്രധാനപ്പെട്ട 10-15 കൃതികളുടെ വിശദമായ വ്യാഖ്യാനമാണ് പ്രൗഢാനുഭൂതി. ഇവിടെ ഇരിപ്പുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ വായിക്കുക. ഞാനീ പറയുന്നതൊക്കെ ഒരുത്തർക്കും ലവലേശം പോലും നിഷേധിക്കാൻ കഴിയാത്ത പരമസത്യമാണ്. ജഗന്മിഥ്യ. അതാണ് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞത്. ഇത് സ്വപ്ന ഇന്ദ്രജാല സദൃശം. ഇതൊരു സ്വപ്നമല്ലെങ്കിൽ ഇന്ദ്രജാലം. എന്താ? അചിന്യരചനാത്മകം. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇത് എങ്ങനെ ഉണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു, ഒരുത്തർക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. അചിന്യരചനാത്മകം. ദൃഷ്ടനഷ്ടം. ഉണ്ടെന്ന് തോന്നുന്നു, കുറെ കഴിഞ്ഞ് ഇല്ലാതാവുന്നു. വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാവുന്നു. ഇതൊക്കെ ഇന്ന് എല്ലാവർക്കും സമ്മതമാണ്. എന്തിനീ കളി? അത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇതാ രാമായണം പോലും ആവർത്തിക്കുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും സീതാദേവി. ഈ സീതാദേവി എത്രയോ രാമായണങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് ഈ അധ്യാത്മരാമായണത്തിൽ സീത തന്നെ രാമനോട് പറയുന്നത്. എന്താ അതിനർത്ഥം? ഇതൊരാവർത്തനം. രാമന്റെ വരവും പോക്കും പോലും വെറും ഒരു ആവർത്തനം. രാമായണങ്ങൾ പലവും കവിവര രാമോദനോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഇതൊരു നേരം പോക്കായിട്ട് നാടകം. ഇവിടുന്ന് ഓടിക്കളയണ്ട. ഈ ജീവിതം ഗംഭീരമായ ഒരു നാടകം. പരമാവധി അഭിനയിക്കുക. എങ്ങനെ ദുഃഖിക്കാത്ത? കാരണം ഈ ഇല്ലാത്തതൊക്കെ ദുഃഖിച്ചിട്ടുണ്ട് കഥ. നമുക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. സൂര്യനും ചന്ദ്രനും ചെയ്യാവുന്നതിന് പോലും ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം ഒരവതാര പുരുഷനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആരെയും പോയി ശരണം പ്രാപിച്ചതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് പരമാവധി ചെയ്യാവുന്നത് ചെയ്യാം. ബാക്കിയൊക്കെ ആ മായാദേവിക്ക്, സീതാദേവിക്ക് വിട്ടുകൊടുക്കാം. അപ്പോ സ്വപ്ന ഇന്ദ്രജാല സദൃശം, അചിന്യരചനാത്മകം. ഇതെങ്ങനെ രചിക്കപ്പെടുന്നുവെന്ന് ചിന്തിച്ചറിയാൻ ആർക്കും സാധ്യമല്ല. ദൃഷ്ടനഷ്ടം.
ഉണ്ടെന്ന് തോന്നിയിട്ടില്ലാതാവുന്നു. ജഗത് പശ്യൻ കോ അനുരജ്യേത പൂർവവത്, ഇത് ചിന്തിച്ചുറപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ മിഥ്യാത്വം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ചാൽ ഇവിടുന്ന് ഓടിക്കളയില്ല, ദുഃഖിക്കില്ല. അത്രയേ ഉള്ളൂ. യുദ്ധം വരെ ചെയ്യാം. കൃഷ്ണൻ അർജുനനോട് പറയുന്നത് യുദ്ധം ചെയ്യൂ, പക്ഷെ എങ്ങനെ? വിഗതജ്വര യുദ്ധസ്വ വിഗതജ്വര. ഇത് അർജുനൻ ജ്വരമില്ലാതെ യുദ്ധം ചെയ്തേ പറ്റൂ. ഇതൊരു നേരം പോക്ക്, നിനക്കത് ചെയ്തേ പറ്റൂ. ജ്വരമില്ലാതെ യുദ്ധം ചെയ്യൂ. അപ്പോൾ ഈ ജഗന്മിഥ്യാത്വമൊക്കെ നമ്മെ ഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കർമ്മം ഗംഭീരമായിട്ട് ചെയ്യൂ. യുദ്ധമാണെങ്കിൽ യുദ്ധം ചെയ്യൂ, ദുഃഖിക്കാതെ ചെയ്യൂ. ദുഃഖിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല, യാതൊരു പ്രശ്നവും. അതിനുവേണ്ടിയാണ് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം ഇങ്ങനെ വിശദമായി രാമായണം പോലുള്ള കൃതികൾ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്കങ്ങോട്ട് പോയാൽ എന്തിന് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി അയോധ്യാകാണ്ഡത്തിലെ ലക്ഷണോപദേശം വായിച്ചു നോക്കുക. ഈ മിഥ്യാത്വം രാമൻ ആവർത്തിച്ച് ഗംഭീരമായി ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ലക്ഷണോപദേശം എടുക്കാൻ പറ്റുമോ എന്നെനിക്ക് നിശ്ചയമില്ല. പറ്റുമെങ്കിലും എടുക്കും. എന്ത് ഗംഭീരമായിട്ടാണ് ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം ലക്ഷണോപദേശത്തിൽ ശ്രീരാമൻ വെളിപ്പെടുത്തുന്നത്. പക്ഷെ നമ്മളതൊക്കെ വായിക്കും. വളരെ ഗംഭീരം. ഇതിൻ്റെ പ്രായോഗികത എന്താ? ഇത് വേറെ പ്രായോഗികതയൊന്നുമില്ല. മിഥ്യാത്വം ശാസ്ത്രീയമായി അറിഞ്ഞ് ദുഃഖം ഒഴിവാക്കുക. അല്ലാതെ ദുഃഖം ഒഴിവാക്കാൻ വേറെ കുറുക്കു വഴിയൊന്നുമില്ല. ദിവസം 3 പ്രാവശ്യം സഹസ്രനാമം ജപിച്ചതുകൊണ്ടോ കോവിലി അർച്ചന നടത്തിയതുകൊണ്ടോ ദുഃഖം ഒഴിയില്ല, നിശ്ചയമായിട്ട് ഒഴിയില്ല. പക്ഷേ അതൊക്കെ ചെയ്തോളൂ. ഇതിൻ്റെ മിഥ്യാത്വം, സഹസ്രനാമത്തിൻ്റെയും അർച്ചനയുടെയും മിഥ്യാത്വം നല്ലവണ്ണം ഓർമ്മിച്ച് ഇവിടെ ഒരു ജഗതീശ്വരൻ മാത്രമേ ഉള്ളൂ. കാണുന്നതൊക്കെ ആ ജഗതീശ്വരൻ, സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക. അതൊഴിവായി വരുമ്പോൾ എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ ചെയ്യണം ഒക്കെ നമുക്ക് തെളിഞ്ഞ് കിട്ടും. സ്വപ്നമായയെ യഥാദൃഷ്ടയെ ഗന്ധർവനഗരം യഥാ. ഈ ഗന്ധർവനഗരം ലക്ഷണോപദേശത്തിൽ രാമൻ ആവർത്തിക്കുന്നു. ഇതേ പദങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുന്നു. സ്വപ്നമായയെ, ഒന്നുകിൽ ഇതൊരു സ്വപ്നം, അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം, ഇതൊരു ഗന്ധർവനഗരം. ഈ ഭൂലോകം ഏത് ശാസ്ത്രജ്ഞനല്ലെന്ന് പറയാൻ കഴിയും? അനന്തമായ ആകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു ഭൂഗോളം. ഇതെങ്ങനെ? വലിയൊരു സമുദ്രം, ഭൂമിയുടെ 7.5 ഭാഗം വലിപ്പമുള്ള ജലപ്പരപ്പ് സമുദ്രം. ഈ സമുദ്രം ഈ ആകാശത്തിൽ, ഭൂമിയിൽ നിൽക്കുകയല്ല. ഈ സമുദ്രം ഈ ആകാശത്തിൽ എങ്ങനെ നിൽക്കുന്നു? അല്ല, അതെല്ലാം സാറേ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇപ്പം പറയണ്ട, അതൊക്കെ ആകർഷണം. അയ്യോ, ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. ഈ ആകർഷണ സിദ്ധാന്തമൊക്കെ പറയുന്നവർ, അവരോട് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടില്ല. ഈ ജലപ്പരപ്പൊക്കെ ആകർഷണം കൊണ്ട് നിൽക്കുകയാണ്, ആയിരിക്കാം. പക്ഷെ മായ, ഒന്നാം തരം മായ. യുക്തി കൊണ്ട് ഇതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിക്കാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വപ്നമായയെ യഥാദൃഷ്ടയെ ഗന്ധർവനഗരം യഥാ. എന്നുവെച്ചാൽ അനന്തമായ ആകാശമധ്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നിശ്ചയമില്ലാതെ ഭൂമി എവിടെയാണ് നിൽക്കുക? ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ തീർത്തു പറയട്ടെ. അത് സൂര്യനിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെ? അത് ശരി. അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു? അത് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു സൂര്യനിൽ നിന്ന്. ഇതെല്ലാം കൂടെ ഈ ആകാശത്തിലല്ലേ നിൽക്കുക?
ഇതൊക്കെ വെറും സാപേക്ഷമായ കാര്യകാരണ വിവരണങ്ങളല്ലേ? വാസ്തവത്തിൽ ഗന്ധർവ നഗരം എന്ന് വെച്ചാൽ എന്താ? ആകാശത്തിൽ ഒരു നഗരം ഉണ്ടെന്ന് തോന്നുക. അത് തന്നെയല്ലേ ഭൂമിയുടെ സ്ഥിതി? ഈ ആകാശത്തിൽ ഒരു ഭൂമണ്ഡലം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്, ഒരു ഗോളം. അതിൽ വലിയ നഗരങ്ങൾ, വാഷിങ്ടൺ, മോസ്കോ, ലണ്ടൻ. എന്താ സ്ഫോടനം ഒക്കെ ഇപ്പോൾ കുറേ വിറപ്പിക്കുന്നുണ്ട്. അത് സാരമില്ല. എങ്കിലും ലണ്ടൻ ഭൂഗർഭ റെയിൽവേ വളരെ നല്ലത്. ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായ മായ വേറെ എന്താണുള്ളത്? ഏതു നിമിഷവും എല്ലാം പോവാം. അതൊന്നുമില്ല സാർ. സുനാമി ഒന്നും അങ്ങനെ കേറില്ല. ആർക്ക് പറയാൻ കഴിയും? ഒരു സുനാമി ഗംഭീരമായിട്ട് അങ്ങോട്ട് വന്നാൽ തീർന്നു, ഭൂമി തീർന്നു, ഈ ഭൂമി. പക്ഷെ ഒന്ന് ഓർക്കണം, ഇതുപോലെ നിരവധി ഭൂമികൾ പുതുതായി ഉണ്ടാവുകയാണ്. ഗന്ധർവ നഗരങ്ങൾ ആരുണ്ടാക്കുന്നു? എന്തിനുണ്ടാക്കുന്നു? അത് സീത പറയുന്നത് ഞാനുണ്ടാക്കുന്നു. എന്തിന്? എൻ്റെ സ്വഭാവം അതാണ്, എൻ്റെ ഏർപ്പാടതാണ്. എൻ്റെ ഭർത്താവായ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തിനെന്ന് പറയാൻ കഴിയാത്ത ഈ കാഴ്ചകൾ ഞാൻ ഉണ്ടാക്കി അഴിക്കുന്നു. എനിക്കതാണ് ജോലി. ഇതാണ് ഇവിടെ സീതാദേവി ഇതിൻ്റെ മിഥ്യാത്വം, ദൃഷ്ടനഷ്ടം. ജഗത് പശ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാതാവുന്നു കുറെ കഴിയുമ്പോൾ. നമ്മുടെയൊക്കെ സ്ഥിതി അതല്ലേ? ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിദം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈഃ. വേദാന്ത സത്യം വേണ്ടവണ്ണം ചിന്തിച്ചറിഞ്ഞ സത്യദർശികൾ ഈ ജഗത്തിനെ വെറും ഒരു ഗന്ധർവനഗരം ആയി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്നാണ് ഗൗഡപാദാചാര്യർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇന്നുവരെ ബുദ്ധിയുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദീർഘസ്വപ്നമിമം വിദ്ധി. ഒന്നുകിൽ ഇത് നീണ്ട ഒരു സ്വപ്നം, ദീർഘം വാ ചിത്തവിഭ്രമം, അല്ലെങ്കിൽ നീണ്ട ഒരു ചിത്തവിഭ്രമം. ദീർഘം വാപി മനോരാജ്യം, അല്ലെങ്കിൽ നീണ്ട ഒരു മനോരാജ്യം. കാരണം മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല, പ്രപഞ്ചവുമില്ല, ഒന്നുമില്ല. സംസാരം രഘുനന്ദന, അല്ലയോ രഘുനന്ദന. ഈ വസിഷ്ഠൻ, ഈ രാമായണത്തിലെ വസിഷ്ഠൻ ഈ ശ്രീരാമന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതൊക്കെ കേട്ടിട്ടാണ് അദ്ദേഹം ലക്ഷ്മണനോടും മറ്റും ഇതിൻ്റെ മിഥ്യാത്വം തീർത്തും പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ ജഗത്ത് വാസ്തവത്തിൽ ഇല്ല. കാണുന്നത് ഉണ്ടെന്നുള്ളതിന് തെളിവെന്താ? കാണുന്നുണ്ടല്ലോ. അതാണ് ഭാഗവതത്തിലും മറ്റും ആവർത്തിച്ചാവർത്തിച്ച് സ്വപ്നം നിങ്ങൾ കാണുന്നില്ലേ? കാണുമ്പോൾ സ്വപ്നം സത്യമല്ലേ? പക്ഷെ ഉണരുമ്പോഴോ ഇല്ല. ഈ സ്വപ്നം എങ്ങനെ ഉണ്ടായി? വാസ്തവത്തിൽ ഈ സ്വപ്നം ഈ ജഗത്തിൻ്റെ ഒന്നാന്തരം മാതൃകയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നലോകങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ളത്. ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നമില്ലാതാവുന്നു. ഈ സ്വപ്നം എങ്ങനെ ഉണ്ടായി? ആർക്കും അറിഞ്ഞുകൂടാ. എന്തിനുണ്ടായി? അല്ല, അതൊക്കെ ഇപ്പോൾ അറിയാം സാർ. വാസന സ്വപ്നമായി മാറുകയാണ്. എന്താ ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിവില്ലാത്തവർ എന്തെല്ലാം പോംവഴികളാണ് കണ്ടുപിടിക്കുന്നത്? വാസന മനസ്സിൻ്റെ സൂക്ഷ്മരൂപമാണ്. എവിടുന്നുണ്ടായി വാസന ചോദിച്ചാൽ അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. വാസന ആദ്യം എവിടെ നിന്നുണ്ടായി? മായ ഉണ്ടാക്കി. എവിടെ നിന്നുണ്ടായി എന്ന് പറയാനേ സാധ്യമല്ല. അങ്ങനെയുള്ള വാസന സ്വപ്നത്തെ ഉണ്ടാക്കി. ആ വാസന തന്നെയാണ് പ്രപഞ്ചത്തെ, ഉണർന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചത്തെയും
ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ജഗത്ത് മിഥ്യ. ആരെയും കളിപ്പിക്കാൻ പറയുകയല്ല. ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. എന്തിനാ കാരുണ്യം? ദുഃഖം അല്പമെങ്കിലും കുറച്ച് ജീവിക്കൂ. വിശേഷിച്ച് ഇന്നത്തെ ലോകത്ത് കാലത്തെ പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. ഈ പ്രപഞ്ചം സത്യമെന്ന് കരുതുന്നവർക്ക് കരയാൻ മാത്രം ഉള്ള വസ്തുതകളെ ഇന്ന് പത്രങ്ങളിലും റേഡിയോകളിലും ടെലിവിഷനിലും ഒക്കെ ഉള്ളൂ. അങ്ങനെയല്ല സാർ, കുറച്ച് നൃത്തങ്ങളും ഗീതങ്ങളും ഒക്കെ ഉണ്ടല്ലോ. വാസ്തവത്തിൽ ആ നൃത്തങ്ങളും ഗീതങ്ങളും കാണുമ്പോൾ പോലും കരയാനാണ് തോന്നുന്നത്. അതാണ് ഇന്നത്തെ ജഗത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്നും ഒട്ടും പിന്മാറണ്ട. യുദ്ധമാണെങ്കിൽ യുദ്ധം, നൃത്തമാണെങ്കിൽ നൃത്തം, കഥകളിയാണെങ്കിൽ കഥകളി ഗംഭീരമായിട്ട് ആസ്വദിക്കുക. അപ്പോഴൊക്കെ ഈ ജീവിതത്തിൻ്റെ മിഥ്യാത്വം മനസ്സിലുറപ്പിച്ച് ദുഃഖിക്കാതിരിക്കുക. വേദാന്തത്തിന് ഇത്രയേ താല്പര്യമുള്ളൂ. ഇന്നു മുതൽ ഞാൻ ദുഃഖിക്കുകയില്ല എന്നുറപ്പാക്കാമോ? ബ്രഹ്മാനന്ദം. ഇത്രയേ ഉള്ളൂ ബ്രഹ്മാനന്ദത്തിൻ്റെ രഹസ്യം. ദുഃഖ സംയോഗ വിയോഗം. ഗീത പറയുന്നു, ദുഃഖമിനി ഒരിക്കലും എന്നെ ബാധിക്കില്ല എന്നുറപ്പുവരുത്തൂ, നിങ്ങൾ ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നു. യോഗം. ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്നാണ് ഗീത പറയുന്നത്. അപ്പോൾ നമ്മ എങ്ങനെയും നമ്മുടെ ദുഃഖം ഒന്ന് കുറച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ് രാമായണവും ഭാഗവതവും ഗീതയും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം. അതിനെന്താ മാർഗം? ശാസ്ത്രീയമായ ഈ 3 കാര്യങ്ങൾ വിചാരം ചെയ്തുറപ്പിക്കുക. ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവ. ഇനിയുമുള്ള രാമായണ ചർച്ചകളിൽ ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ചയൊക്കെ കൂടുതൽ തുടരാം. നാളെ നമ്മൾ ജീവൻ്റെ പരമരഹസ്യം അതിൻ്റെ പൂർണ്ണ രീതിയിൽ രാമൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് ചർച്ച ചെയ്യും. ജഗദീശ്വരൻ നമ്മുടെ ജീവിതത്തെയൊക്കെ കൂടുതൽ സുഖപ്രദമാക്കി തീർക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം.